പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹു ഹജ്ജത്തുൽ വിദാഇന്റെ ഹബീബിന്റെ അവസാന പ്രസംഗം നടക്കുന്നിടത്ത് അറഫാ ദിനത്തിൽ ഹബീബിന് ഇറങ്ങിയ ആയത്താണിത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങളുടെ ദീന് ഞാൻ പരിപൂർണമാക്കി തന്നിരിക്കുന്നു, സമ്പൂർണമാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹങ്ങൾ സമ്പൂർണമായും നിങ്ങൾക്ക് വർഷിച്ചിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാം നിങ്ങൾക്ക് മരണം വരെ ഫോളോ ചെയ്യാനുള്ള ശരീഅത്തായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തന്ന മതമാണ് എന്ന് പുണ്യ ഹബീബിൻ അവതരിച്ച ആയത്താണിത്. ഒരു ജൂതൻ വന്ന് ഉമർ തങ്ങളോട് പറയുമായിരുന്നു, അമീറുൽ മുഅ്മിനീനെ, ഉമർ തങ്ങളുടെ ഭരണകാലത്ത്, അമീറുൽ മുഅ്മിനീൻ, ആയത്തുൻ ഫീ കിതാബിക്കും ലൗ നസലത അലൈനാ മആശിറൽ യഹൂദ് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദാ, നിങ്ങളുടെ കിതാബിൽ ഒരായത്തുണ്ടല്ലോ, ഒരായത്ത്. ഉമറേ, അമീറുൽ മുഅ്മിനീൻ തങ്ങളെ, നിങ്ങളുടെ ഖുർആനിലുള്ള ഒരായത്ത് ഞങ്ങൾ ജൂതന്മാർക്കാണ് അവതരിച്ചിരുന്നത് എങ്കിൽ ആ ആയത്ത് അവതരിച്ച ദിവസം ഞങ്ങൾ വേറെ ഒരു പെരുന്നാളായി ആചരിക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു, അറഫ്തു, നീ പറയുന്ന ആയത്ത് എനിക്കറിയാം. ഉമർ തങ്ങൾ ചോദിച്ചു, നിങ്ങളൊന്ന് പറയാന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാം സമ്പൂർണമായി പരിപൂർണമായി നിങ്ങൾക്ക് അവതരിപ്പിച്ചിരിക്കുന്നു. കാലാകാലങ്ങളിൽ വരുന്ന ഓരോരോ പ്രശ്നങ്ങളും ഖുർആൻ പരാമർശിച്ചില്ല. പക്ഷേ ലോകാവസാനം വരെ വരാൻ പോകുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിൻ്റെ എല്ലാ അടിത്തറയും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഹദീസിലും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അത് ആലിമീങ്ങൾ അലിമഹ മൻ അലിമഹ വജഹിലഹ മൻ ജഹിലഹ, അതറിയുന്നവർക്കറിയാം, അറിയാത്തവർക്കറിയൂല. ലോകത്തുള്ള ഓരോ വിഷയത്തിൻ്റെയും പേര് പറഞ്ഞ് ഖുർആൻ പരിഹാരം നിർദ്ദേശിച്ചില്ല. പക്ഷേ ഏത് വിഷയത്തിനും ആവശ്യമായ മരുന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു വെച്ചുകൊണ്ടാ പോയത്. അത് ആലിമീങ്ങൾ ഇസ്തിംബാത്ത് ചെയ്യും, ഫുഖഹാക്കൾ, പണ്ഡിതന്മാർ എല്ലാം പൂർത്തിയാക്കി തന്നിരിക്കും. ഇസ്ലാം സമ്പൂർണമായിരിക്കുന്നു. ഈ ഒരു ആയത്തിറങ്ങിയത് ഞങ്ങൾ ജൂതന്മാർക്കാണെങ്കിൽ ഞങ്ങളന്ന് പെരുന്നാളായി ആചരിക്കുന്നു. ഉമർ തങ്ങൾ പറഞ്ഞു, എനിക്കറിയാം ആ ദിവസം ഏത് മാസമാണത് ഇറങ്ങിയത് എന്നും അറിയാം, എവിടെയാണ് ഇറങ്ങിയത് എന്നും അറിയാം. ഫിൽ ഹജ്ജിൽ അക്ബർ, വെള്ളിയാഴ്ച ദിവസം ഹജ്ജ് നടക്കുമ്പോഴാണ്. അത് ഹബീബിൻ്റെ അവസാനത്തെയും ആദ്യത്തെയും ഹജ്ജായിരുന്നു. പരിശുദ്ധമായ അറഫയിൽ ദുൽഹിജ്ജ 9 ഇറങ്ങിയ ആയത്താണത്. അത് ഞങ്ങൾക്കറിയാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്രമേൽ പെരുന്നാളിൻ്റെ മേൽ പെരുന്നാളായി വന്ന ഈദുൽ അക്ബറിലാണ് വിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് അല്ലാഹു ഇറക്കുന്നത് തന്നെ. ഇസ്ലാം സമ്പൂർണ്ണം. അങ്ങനെ ഒരു മതം ലോകത്ത് അല്ലാഹു നമുക്ക് നൽകിയത് നമുക്ക് അഭിമാനമല്ലേ? ലോകത്ത് ഇന്ന് ഏത് മതമാണുള്ളത്? ജീവിതത്തിൻ്റെ എല്ലാ ദശാസന്ധികളിലും നിയമമുള്ള ഒരു മതം ലോകത്തെ ഏതാ ഉള്ളത്? ഏത് മതമാണ് ഉള്ളത്? വിശുദ്ധ ഇസ്ലാം അല്ലാതെ. അധിക മതങ്ങൾക്കും സെലിബ്രേഷനുകൾ ഉണ്ടാകാം, പക്ഷെ നമ്മളുടെ ജനനം മുതൽ മരണം വരെ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും അള്ളാഹുവിൻ്റെ കിതാബിൽ നിയമമുണ്ട്. അങ്ങനത്തെ ഒരു ദീൻ മനുഷ്യന് ഇവിടെ കിട്ടും. അതുകൊണ്ടാണ് ദീനിലേക്ക് ആളുകൾ ഒഴുകുന്നത്. പടിഞ്ഞാറ് ദീനിലേക്ക് ഒഴുകുകയാണ്. കിഴക്കിൽ നിന്നൊരൽപ്പം പിന്നോട്ടടി ഉണ്ടെങ്കിൽ പോലും പടിഞ്ഞാറിങ്ങോട്ട് ഒഴുകുകയാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅിദുകും ലഅല്ലകും തദക്കറൂൻ. ഒരു മനുഷ്യന്റെ വ്യക്തിത്വം പരിപൂർണമാവണം, സമ്പൂർണമാവണം എന്ന് പറയുകയാണ് വിശുദ്ധ ഖുർആൻ. നമ്മൾ പൂർണ്ണ മുസ്ലിമീങ്ങളാവണം. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം ബുദ്ധിമാനിയായിരുന്നു. പുണ്യനബി തങ്ങൾ കാണുമ്പോഴൊക്കെ ചോദിക്കും, അവർ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ്, യാ ഉസ്മാൻ കൈഫ യഗ്ലിബുകൽ ഇസ്ലാം, എങ്ങനെയാണ് ഉസ്മാനെ ഇത്രമേൽ ബുദ്ധിയുള്ള ആളായിരിക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇസ്ലാം മനസ്സിലാവാതെ പോകുന്നത്? അത്
അതൊരു ചോദ്യമാണ്. ഇപ്പോൾ ലോകത്തിപ്പോൾ നമ്മുടെ കേരളത്തിലോ കർണാടകയിലോ നമ്മുടെ പരിസരങ്ങളിലോ അടുത്ത സ്റ്റേറ്റുകളിലോ നമ്മുടെ നാടിലോ ഒക്കെ എത്ര വലിയ വലിയ പ്രൊഫഷണലുകളുണ്ട്, എത്ര വലിയ വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട്, എത്ര വലിയ ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷെ എന്താണ് ജീവിതം, എന്താണ് മതം, മതങ്ങളിൽ ഏതാണ് ശരി, ആരാണ് ദൈവം, ആരാണ് പടച്ചവൻ, നമ്മൾ എങ്ങോട്ട് പോകുന്നു, എന്തിനിവിടെ വന്നു, ആര് നമ്മളെ പറഞ്ഞയച്ചു, ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്, മറുപടി പറയാനറിയില്ല. അവർ IAS പാസ്സായവരായിരിക്കാം, സിവിൽ സർവീസ് കോഴ്സുകളിൽ റാങ്ക് ജേതാക്കളായിരിക്കാം. പക്ഷേ ജീവിതത്തിൻ്റെ ബേസിക് ഒരു മനുഷ്യനറിയേണ്ട ഏറ്റവും വലിയ അറിവ്, ആ അറിവ് നേടാൻ കഴിയാതെ പോകുന്നവർ എത്ര പേരുണ്ട്. എല്ലാം പെർഫെക്റ്റാണ്, ദീൻ എന്താണെന്നറിയില്ല, എന്താണ് ജീവിതം, എന്തിനിവിടെ വന്നു, ആരിവിടെ പറഞ്ഞയച്ചു, ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല. ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്നവർ പറയുന്നു, അങ്ങനെ ഞാനൊരു നാൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ കലിമ ചൊല്ലി. എനിക്ക് ബോധ്യപ്പെടുകയായിരുന്നു ഇസ്ലാം ഏറ്റവും നല്ല മതമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ ഹബീബിൻ്റെ മുമ്പിൽ ചെന്ന് വിശുദ്ധ ഹബീബിനെ പരിചയപ്പെട്ട് സലാം പറഞ്ഞ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് കലിമ ചൊല്ലി മുസ്ലിമായി. ഇസ്ലാം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിനിടയിലാണ് സൂറത്തുൻ നഹ്ലിലെ 90-ാമത്തെ ആയത്ത്, ഈ ആയത്ത് ഇറങ്ങുന്നത്. അന്നവർക്ക് സൂറയും ആയത്തിൻ്റെ നമ്പറൊന്നും അവർ പറയില്ല. വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅദുകും ലഅല്ലകും തദക്കറൂൻ. ഈ ആയത്തിറങ്ങിയപ്പോഴാണ് എൻ്റെ ഈമാൻ എൻ്റെ മനസ്സിൽ രൂഢമൂലമായത്. അതുവരെ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഈമാൻ പരിപൂർണമാകുന്നത് ഈ ആയത്തിൻ്റെ പരാമർശം കേട്ടപ്പോഴാണ്. എന്താണ് പറയുന്നത്? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു നീതി ചെയ്യണം എന്ന് പറയുകയാണ്. നീതി ചെയ്യണം, നീതി വേണം, മനുഷ്യർക്ക് ന്യായം വേണം. ന്യായത്തിൻ്റെ കൂടെ നിൽക്കാവൂ, നീതിയുടെ പക്ഷത്തെ നിൽക്കാവൂ. വൽ ഇഹ്സാൻ, നിങ്ങൾ ഓരോരുത്തരും മനുഷ്യരോട് നന്മ ചെയ്യണം, ആരും ആർക്കും അക്രമികളായി മാറരുത്. വഈതാഇ ദിൽ ഖുർബാ, നിങ്ങളുടെ പരിചയങ്ങളിലെ, നിങ്ങളുടെ ബന്ധുക്കളിലെ, നിങ്ങളുടെ അയൽപക്കങ്ങളിലെ പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ദാനം ചെയ്യണമേ. 3 കാര്യം കൽപ്പിച്ചു. 1, നീതി വേണം. ഭരണക്രമങ്ങൾ, ഭരണ സംവിധാനങ്ങൾ സുരക്ഷിതമാവണമെങ്കിൽ അവിടുത്തെ പ്രജകൾക്ക് നീതി വേണം, മനുഷ്യർക്ക് നീതി വേണം. നീതിയില്ലേ പ്രശ്നങ്ങളുണ്ടാകും, പ്രകോപനങ്ങളുണ്ടാകും, കലാപങ്ങളുണ്ടാകും, അസ്വസ്ഥതയുണ്ടാകും, സ്വാഭാവികമാണ്. മനുഷ്യന്റെ മനസ്സ്, ഏത് മതവിശ്വാസിയായിക്കോട്ടെ, മനുഷ്യനെ അള്ളാഹു സംവിധാനിച്ചപ്പോൾ നീതിയുടെ പക്ഷം നിലനിൽക്കാനുള്ള സംവിധാനത്തോടു കൂടിയാണ് പറഞ്ഞയച്ചത്. അങ്ങനെയാണ് മനുഷ്യൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, സത്യവും ധർമ്മവും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് മനുഷ്യൻ അള്ളാഹു പടച്ചത്. ആ ഫിത്രത്തിനെ മനുഷ്യനായിട്ടങ്ങ് കേടുവരുത്തിയാലല്ലാതെ ആ സിസ്റ്റം മാറുകയില്ല. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. നിങ്ങൾ ആരും അതിക്രമം ചെയ്യരുത്, ബഗിയു ചെയ്യരുത്, ഇഹ്സാൻ ചെയ്യും. ആദ്യം ഇഹ്സാനെ കുറിച്ച് പറഞ്ഞു, പിന്നെ അടുത്ത ഭാഗം നിങ്ങൾ അതിക്രമം ചെയ്യരുത്. നിങ്ങളുടേതല്ലാത്തത് അന്യായമായി ആരുടേതും പിടിച്ചു വലിക്കരുത്. നിങ്ങൾക്ക് അർഹതയില്ലാത്തത് വേണമെന്ന് വാശി പറയരുത്. നിങ്ങളുടേതല്ലാത്തത് നിങ്ങളുടേതാണെന്ന് പറഞ്ഞ് നിങ്ങൾ കള്ളത്തരത്തിൽ രേഖകൾ ഉണ്ടാക്കരുത്. വയൻഹാ അനിൽ ഫഹ്ശാ, തിന്മകളിലേക്ക് പോകരുത്, പ്രത്യേകിച്ച് വ്യഭിചാരം പോലെയുള്ള തിന്മകൾ. അതിനെക്കുറിച്ചാണ് ഫഹ്ശാ. വൽ മുൻകർ, എല്ലാ മോശപ്പെട്ടതും നിങ്ങൾ ചെയ്യരുത്. എല്ലാ മോശപ്പെട്ട കാര്യങ്ങളും എല്ലാറ്റിൽ നിന്നും നിങ്ങൾ വിട്ടു നിൽക്കണമേ. സത്യവിശ്വാസികളോട് പറയാം, അതിലേറ്റവും പ്രധാനപ്പെട്ടത് അൽ ഫഹ്ശാ,
ഖിയാമത്തിനോടടുക്കുമ്പോൾ ലോകത്ത് പ്രചരിക്കാനിടയുള്ള തിന്മകളിൽ ഏറ്റവും വലിയ തിന്മ ആണും പെണ്ണും ഹലാലായ ബന്ധങ്ങളിലൂടെ അല്ലാതെയുള്ള ലൈംഗിക വീഴ്ചയെക്കുറിച്ചാണ് പറയുന്നത്. സ്വാതന്ത്ര്യവാദികൾ ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്. ആർക്കും ആരുടെ കൂടെയും കിടക്കണം, ആർക്കും ആരുടെ കൂടെയും ഫ്രണ്ട്സായിട്ട് ഡേറ്റിംഗ് ആയിട്ട് നടക്കാൻ പറ്റണം. ഇതിനനുവദിക്കാത്ത സംവിധാനങ്ങൾ അവരെ കൊഞ്ഞനം കാണിക്കും. അല്ലാഹു പറയുന്നു വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, മോശപ്പെട്ട വാക്കുകൾ പോലും മോശപ്പെട്ട പ്രവൃത്തികൾ പോലും നിങ്ങൾ ചെയ്യരുത്, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ പോകരുത്, വൽ ബഗി, അതിക്രമങ്ങൾക്ക് കൂട്ടു നിൽക്കരുത്, അക്രമങ്ങളുടെ കൂടെ നിൽക്കരുത്, കലാപങ്ങൾക്ക് തീ കൊളുത്തരുത്. നിങ്ങൾ സമാധാനത്തോടെ ഇഹ്സാനിൻ്റെയും നീതിയുടെയും അതോടൊപ്പം മനുഷ്യനോട് കാണിക്കുന്ന സഹജീവിയോട് കാണിക്കുന്ന കരുണയുടെയും ആളുകളാണ്. യഅ്ലുകും ലഅല്ലകും തദക്കറൂൻ, ഇത് അല്ലാഹു മനുഷ്യരെ ഉപദേശിക്കുകയാണ്. ഇത് മനുഷ്യർക്ക് നൽകുന്ന ഉപദേശമാണ്. എത്ര മനോഹരമാണ് ഖുർആൻ. ഇത് ഈ ആയത്തിറങ്ങിയപ്പോഴാ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു എൻ്റെ ഖൽബിൽ ഈമാൻ ഉറച്ചുപോയത് ഈ ആയത്ത് അവതരിച്ചതിൻ്റെ ശേഷമാണെന്ന് മഹാനവറുകൾ പറയുന്നത് റളിയല്ലാഹു അൻഹു.